ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ പാലക്കാടുള്ള ഡെക്കാത്തലോണിൽ പോയ ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ പാലക്കാട് ഡെക്കാത്തലോൺ വന്നിട്ട് കുറച്ചായി, പക്ഷെ നമ്മളിപ്പോഴാണ് അങ്ങോട്ടൊന്ന് പോകുന്നത്. അപ്പോൾ ഇന്നലെ അവനിക്കൊരു ബോൾ കണ്ടപ്പോൾ അത് വാങ്ങണം, പുറത്തുനിന്നൊരു സ്ഥലത്ത് നിന്ന് കണ്ടിട്ട് അത് വാങ്ങണം എന്ന വാശി പിടിച്ച് ഞങ്ങൾ പോയതാണ്. ഇപ്പോൾ ഈ കയ്യിലുള്ള 2 ബോളാണ് നമ്മൾ വാങ്ങിയത്. ഒരു ബോൾ വരുന്നത് 99 രൂപയാണ്. നല്ല രസമുണ്ട് കേട്ടോ അതിൽ കളിക്കുമ്പോൾ. ആ കുട്ടി നിൽക്കുന്ന പോലെ തന്നെ എൻ്റെ 2 കുട്ടികളും നിൽക്കുകയാണ്. പിന്നെ ബോളൊക്കെ വാങ്ങിയ ശേഷം 2 പേരും കൂടെ കുറച്ച് നേരം ഇവിടെ കളിക്കുന്നുണ്ട്. ഇവിടെ കളിക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് എന്തൊരു സ്പോർട്സ് ഐറ്റം വേണമെങ്കിലും അവിടെ ഉണ്ട്. ഷൂ ആയിക്കോട്ടെ, പിന്നെ ഗ്ലാസ്സുകളായിക്കോട്ടെ, എല്ലാ തരം ഉണ്ട്. ജിമ്മിൽ പോയി വെറുതെ ക്യാഷ് ചിലവാക്കുന്നേക്കാൾ നല്ലത് നമുക്ക് ഇവിടെ തന്നെ വന്നിട്ട് നല്ല രീതിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ആ ഒരു എക്സസൈസ് ചെയ്യുന്ന ഒരു കുഞ്ഞു വ്ളോഗൊന്ന് കണ്ടു നോക്കൂട്ടാ. ഇതാണ് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെറുതെ നമ്മൾ പോയിട്ട് എന്തിനാ ഡെയിലി ഇങ്ങനെ ക്യാഷ് കളയാൻ നിൽക്കുന്നത്? ഇവിടെ വന്ന് ഒരു ദിവസത്തിൽ 1.5 മണിക്കൂർ ചെയ്താൽ മതി. ഇതാകുമ്പോൾ ഫ്രീയും ആണ്, ക്യാഷും വേണ്ട, പുതിയ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ അവനെന്തായാലും അവൻ്റെ ഫാറ്റ് എന്തായാലും റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് നേരം ഒരുപാട് എക്സസൈസ് ചെയ്തു. പിന്നെ അവൻ്റെ കാല് ഭയങ്കര വേദന എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ 2 കൂടി എക്സസൈസ്, വാശിയും വൈരാഗ്യവും 2 കൂടെ മത്സരിച്ചുള്ള എക്സസൈസ് ആയിരുന്നു. മോളും ഉണ്ടായിരുന്നു. മോൾക്ക് പിന്നെ ഇതിലൊന്നും കാലെത്തുന്ന പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ ഇതൊന്നും ചെയ്തില്ല. അവളവിടെ ആ ബോളിലും കളിച്ച് ഇങ്ങനെ സൈഡ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ലൊരു സൈക്ലിങ്. ഇതൊന്ന് വാങ്ങാമെന്ന് വെച്ചപ്പോൾ അതിനൊക്കെ ഭയങ്കര റേറ്റും, 10, 25 റേറ്റ് വരുന്നത്. അപ്പോൾ പിന്നെ അതെന്തായാലും വേണ്ട. അപ്പോൾ ജിമ്മിന് പോവാതെ നമുക്ക് ഡെയിലി ഇവിടെ പോയി 1.5 മണിക്കൂർ ചെയ്താൽ മതി. അവർ ചീത്ത പറയുമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഡെയിലി പോയി ചെയ്യാം. പക്ഷെ അതിനൊക്കെ ഒരു കോൺഫിഡൻസ് വേണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതിലവൻ കയറിയില്ല കേട്ടോ. അങ്ങനെ ഈ വാക്ക് ചെയ്യണം, എനിക്കതിൻ്റെ പേരറിയില്ല, അതിലവൻ കയറിയില്ല. അവനിക്കത് ഭയങ്കര പേടിയായി തോന്നി. അതുകൊണ്ട് തന്നെ അവൻ അതിൽ കയറിയില്ല. ബാക്കിയെല്ലാം ട്രൈ ചെയ്ത് നോക്കി. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ എന്തായാലും ഇനിയും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്ക് പോകണം എന്നുണ്ട്. കാരണം അവൻ അവിടെ സൈക്ലിങ് ചെയ്തിട്ടില്ല, പിന്നെ നമ്മുടെ സ്കേറ്റിങ് ചെയ്തിട്ടില്ല. സ്കേറ്റിംഗ് ഒക്കെ ആൾക്കറിയാം, അപ്പോൾ സ്കേറ്റിങ് ചെയ്തിട്ടില്ല. അന്ന് ഒട്ടും ടൈമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ വേഗം തിരിച്ചു വന്നത്. അപ്പോൾ ഇനി പോയിട്ട് ഞങ്ങൾ എന്തായാലും അതൊക്കെ ചെയ്യുന്നതാണ്. മോൻ്റെ എക്സസൈസിങ് കഴിഞ്ഞു. അടുത്ത് നെക്സ്റ്റ് ചെസ് നമ്പർ 2. നല്ല ജമ്പിങ് ആണ്. ആള് ഫുൾ ടൈം അതിൽ നിന്ന് ജമ്പിങ് തന്നെയായിരുന്നു. ഞങ്ങൾ വരുന്ന ഒരാളവിടെ നിന്ന് ജമ്പിങ് തന്നെയായിരുന്നു. പിന്നെ ഒരുപാട് വെയിറ്റ് എടുക്കുന്നതും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അവിടെ ഒരു ഫുട്ബോൾ രൂപത്തിലുള്ള ഒരു ഫുട്ബോൾ സംഭവം. അത് ഞാനും വിചാരിച്ചു വെറുതെ എഴുതി വെച്ചതാണ്. പക്ഷെ 5 കിലോ വെയിറ്റ് വരുന്നൊരു, നമുക്ക് വെയിറ്റ് എടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ടൂൾ എന്തോ ആണത്. അങ്ങനെ ഈ കൊണ്ടുവന്നതാണത്. ഇത് കണ്ടോ, 2 കിലോ 5 കിലോ. അപ്പോൾ അവ എടുത്തിട്ട് വന്നിരിക്കുന്നത് 2 കിലോ വേണ്ടിയാണ്. പിന്നെ എനിക്ക് ബോക്സിങ് ചെയ്യുന്നതൊന്ന് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. നമുക്ക് അറിയില്ലെങ്കിലും വെറുതെ ഇരുന്ന് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയില്ല. ആൾക്കത് പൊന്തുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ 5 കിലോ ഒന്നും അവൾക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് അത് 5 കിലോനൊന്നും ഇല്ല എന്നാണ്. പക്ഷെ അത് ശരിക്കും 5 കിലോ ഉണ്ട്. ഞാൻ പിടിച്ച് നോക്കിയതാണ്. അപ്പോൾ ഇവരിവിടെ എക്സസൈസിങ് എന്തായാലും കഴിയണില്ല. ഇവരുടെ വിചാരം ഒരു ജിമ്മിലാണ് പോയിരിക്കണമെന്നാണ്. ഫ്രീ ആയി കിട്ടിയെന്നും പറഞ്ഞിട്ട് 2 പേരും നല്ല എൻജോയ് ചെയ്യുന്നു അവിടെ. ആള് ചെസ് നമ്പർ 2 വരുന്നവരെ ആ ജമ്പിങ് നിർത്തിയിട്ടില്ല, ഫുൾ ടൈം ജമ്പിങ് തന്നെയായിരുന്നു. അങ്ങനെ അവൾക്കും ഒരു ബോളൊക്കെ വാങ്ങിച്ച് നമ്മൾ കുറച്ച് നേരം അവിടെ അങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് വന്നു. എന്തായാലും കുട്ടികൾക്ക് നല്ലൊരു ഹാപ്പി ആയിരുന്നു. അവർക്ക് സൈക്ലിങ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അതിന് നമ്മളെന്തായാലും അടുത്ത ഫ്ലോറിൽ പോയില്ല, നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു വന്നു. എനിക്കവിടെ ഭയങ്കര ഇഷ്ടമായി. ഇനി എന്തായാലും ഒരിക്കൽ കൂടി പോകണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇവിടെ യോഗയിലേക്ക് എത്തി. യോഗ മാറ്റ് ഉണ്ട് അവിടെ. അതിലിരിക്കാതെ വേറെ ജമ്പിങ്ങിൽ വന്നിട്ടാണ് ആൾ യോഗ ചെയ്യുന്നത്. പിന്നെ ഒരു ബോൾ, ഇത് കുറച്ച് നേരം ഇങ്ങനെ ചാടി. അവൻ കറക്റ്റായി ചാടി, അവനിക്ക് കാലെത്തുമല്ലോ. നോക്കിയാൽ ചെസ് നമ്പർ 2 താഴെ വീഴുകയോ ചെയ്തത്. ആൾക്ക് ചാടാൻ പറ്റിയില്ല. ഇത് ഭയങ്കരമായിട്ട് ടഫായിരുന്നു അവനിക്ക്. കാരണം അവൻ്റെ കാലിങ്ങോട്ട് റൺ ചെയ്തിങ്ങോട്ട് എത്തുന്നുണ്ടായിരുന്നില്ല. അത് അവൻ്റെ എക്സ്പ്രഷനിൽ നമുക്ക് ഫേസിൽ നിന്ന് മനസ്സിലാവും. അത് കുറച്ച് റിസ്ക്കിയാണ്. നമുക്ക് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതൊക്കെ റിസ്ക്കാണ്, ഡേഞ്ചറാണ്, നോക്കി ചെയ്യണമെന്ന് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്ര തന്നെയുള്ളൂ. ഇത് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഈ ബോളാണ് വാങ്ങിച്ചത്. ഇവരോടെ കുറച്ച് നേരം കളിച്ചിട്ടൊക്കെയാണ് വരുന്നത്. അവിടെ കളിക്കാനും നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് അങ്ങനെ കളിക്കുകയായിരുന്നത്. ആളിനെ പോലെ കുറേ ഓടാൻ നോക്കി, കുറേ ചാടാൻ നോക്കി, കുറേ എന്തൊക്കെയൊക്കെയോ അവൻ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ഭയങ്കരമായിട്ട് ഹാപ്പിയായി എൻജോയ് ചെയ്ത് നല്ലൊരു ദിവസമായിരുന്നു അന്ന്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.
ഞാനൊരു കഥ